തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ ഉള്ള സ്ഥലങ്ങളിൽ അകാരണമായി പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി മർദ്ദിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. കുന്നംകുളത്തെ സംഭവം മാത്രമായിരുന്നില്ലല്ലോ. കുന്നംകുളത്തെ സംഭവത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ഹോട്ടൽ ഉടമയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. സുജിത്തിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നത് പോലെയാണ് പോലീസുകാർ മർദ്ദിച്ചത്. കാരണം കുനിച്ചു നിർത്തി നട്ടലിലിടിക്കുകയാണ്. എന്തിനാ? ഏതെങ്കിലും ഒരു കൊടും കുറ്റവാളി ആയിട്ടുള്ള ഒരു പ്രതിയെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, അത് നിയമം അനുവദിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അത് അതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയാം. അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സുജിത്ത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. ഇതിന് ശേഷമാണ് നമ്മൾ കണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ഓണം ഉണ്ണുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. അപ്പോ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ, നേതാക്കന്മാരൊക്കെ ഒന്നിച്ചിരുന്നുകൊണ്ട് അവർ സൽക്കരിക്കുന്നു, അവരൊന്നിച്ച് ഓണം ആഘോഷിക്കുന്നു, അടിയും അതോടൊപ്പം തന്നെ അതിലിപ്പോ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പി ഡി സതീശന് അതിൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങൾ എങ്കിലും അദ്ദേഹം അതിൽ നിന്ന് വിട്ടു നിൽക്കാമായിരുന്നല്ലോ. കാരണം അറിയാം, ഇദ്ദേഹത്തിന്റെ പോലീസാണ്, മുഖ്യമന്ത്രിയുടെ പോലീസാണ് തന്റെ പാർട്ടി പ്രവർത്തകരുടെ നേരെ ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചത്. അപ്പൊ അതിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് വിട്ടു നിൽക്കാമായിരുന്നല്ലോ.